നഗരസഭയിലെ കത്ത് വിവാദത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രൻ. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ മേയർ പാർട്ടിക്ക് വിശദീകരണം നൽകി. കത്ത് തയ്യാറാക്കുകയോ ഒപ്പിടുകയോ ചെയ്തിട്ടില്ലെന്നും ആരാണ് കത്തുണ്ടാക്കിയതെന്നും ഷെയർ ചെയ്തതെന്നും അന്വേഷിക്കണമെന്നും ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. മേയറെ പിന്തുണച്ച സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആര്യയുടെ രാജി ആവശ്യം തള്ളി. കത്ത് വിവാദമുയർന്ന് രണ്ടാം ദിവസമാണ് ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചത്. ആരോഗ്യമേഖലയിലെ ഒഴിവുകളിലേക്ക് മുൻഗണനാ ലിസ്റ്റ് ആവശ്യപ്പെട്ട് താൻ കത്ത് നൽകിയിട്ടില്ല. കത്തിന്റെ ഉറവിടവും ലെറ്റർ പാഡ് വ്യാജമാണോ എന്നതും അന്വേഷിക്കണം. നിയമനത്തിന് കത്തു നൽകുന്ന രീതി സിപിഎമ്മിനില്ല. മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ടെന്നും മേയർ പറഞ്ഞു. അത്തരത്തിലൊരു കത്ത് കൊടുക്കുന്ന ശീലം സിപിഎം എന്ന പാർട്ടിക്കകത്തില്ല. അതിന്റെ ഉറവിടം എന്താണ്, അതിന്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് സർക്കാർ എന്നുള്ള നിലയിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ കൂടി ഇടപെടലിലൂടെ അത് കണ്ടെത്തണം എന്നുള്ള അഭ്യർത്ഥനയാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള പരാതിയിലുള്ളത്. ഓഫീസ് ജീവനക്കാരെ സംശയിക്കുന്നില്ലെന്നും മേയർ പറഞ്ഞു. സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ആദ്യം ആര്യ വിശദീകരണം നൽകി. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ആര്യയ്ക്ക് പിന്തുണ നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോ പിൻവാതിലിലൂടെ ആളുകളെ കയറ്റി അവിടെ മാർക്സിസ്റ്റുകാരെ തിരികെ കയറ്റുക എന്നുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ഞങ്ങളുടെ നിലപാടല്ലത്. ഇങ്ങനെയൊരു കത്ത് ഞാൻ എഴുതിയിട്ടില്ല എന്ന് വ്യക്തമായിട്ട് അതിൻ്റെ ഉത്തരവാദപ്പെട്ട വ്യക്തി എന്ന നിലയിൽ മേയറും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ രണ്ട് കാര്യം പറഞ്ഞതിന് ശേഷം വീണ്ടും എന്നോട് ചോദിച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കേണ്ട കാര്യം. പാർലമെന്ററി പാർട്ടി നേതാവ് DR അനിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലീം എന്നിവരെയും പാർട്ടി വിളിച്ചുവരുത്തി വിശദീകരണം തേടിയിരുന്നു. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി നൽകിയ ശേഷം ക്ലിഫ് ഹൌസിലെത്തിയാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. ഇതിനിടെ യൂത്ത് ലീഗ് പ്രവർത്തകർ മേയറെ കരിങ്കൊടി കാട്ടി. ന്യൂസ് 18 തിരുവനന്തപുരം. കത്ത് വിവാദത്തിൽ നടപടിക്കൊരുങ്ങി സിപിഎം. നാളെ ചേരുന്ന അടിയന്തര ജില്ലാ നേതൃയോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും. മേയറുടെ രാജി ആവശ്യം സിപിഎം തള്ളിയെങ്കിലും നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതൃത്വത്തിനെതിരെ നടപടിയുണ്ടാകാനാണ് സാധ്യത. വിഷയത്തിൽ ഗവർണറുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ബിജെപി അംഗങ്ങൾ നാളെ ഗവർണറെ കാണുന്നുണ്ട്. രണ്ടാം ദിവസവും കത്ത് വിവാദത്തിൽ വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയാതെ വട്ടം കറങ്ങുകയാണ് സിപിഎം തിരുവനന്തപുരം ജില്ലാ നേതൃത്വവും നഗരസഭയും. കത്ത് ആരെഴുതിയെന്നും എങ്ങനെ ചോർന്നുവെന്നും പറയാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. അത് അന്വേഷിക്കട്ടെ, അതിൻ്റെ വസ്തുതകൾ എന്താണെന്ന് അവർ നിയമപരമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അവരന്വേഷിക്കട്ടെ. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സിപിഎം തിരുവനന്തപുരം ജില്ലാ നേതൃത്വം അടിയന്തര യോഗം വിളിച്ചു. നാളെ ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും കത്ത് വിവാദം ചർച്ച ചെയ്യും. നഗരസഭയുടെ പാർലമെന്ററി പാർട്ടി നേതൃത്വത്തിൽ മാറ്റത്തിനും സാധ്യതയുണ്ട്. സിപിഎം ജില്ലാ നേതൃത്വത്തിലെ കടുത്ത വിഭാഗീയതയിൽ സംസ്ഥാന നേതൃത്വവും അമർഷത്തിലാണ്. അനധികൃത നിയമന വിഷയത്തിൽ ഗവർണറുടെ ഇടപെടലിനാണ് ബിജെപിയുടെ ശ്രമം. ഇപ്പോൾ അവസാനമായിട്ട് വന്ന അനധികൃത നിയമനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നാളെ ഉച്ചയ്ക്ക് ബിജെപിയുടെ മുഴുവൻ കൗൺസിലർമാരും ഗവർണറെ കാണും. അദ്ദേഹം ന്യൂസ് 18 തിരുവനന്തപുരം. ക്ലിഫ് ഹൌസിന് സമീപം മേയർ ആര്യ രാജേന്ദ്രന് നേരെ യൂത്ത് ലീഗ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പോഴാണ് കരിങ്കൊടി കാണിച്ചത്. ബന്ധുക്കളെയും പാർട്ടിക്കാരെയും തിരികെ കയറ്റുന്നത് തിരുവനന്തപുരം മേയറുടെ മാത്രമല്ല സർക്കാരിന്റെ പൊതുരീതിയാണെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ഗുരുതരമായ തെറ്റാണ് മേയറുടെ ഭാഗത്തു നിന്നുണ്ടായത്. നിയമന ക്രമക്കേടിലെ തെളിവുകളെല്ലാം പുറത്തുവന്നു കഴിഞ്ഞു. ബാലിശമായ ന്യായീകരണങ്ങൾ ഉന്നയിക്കാതെ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറായില്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ ഗവൺമെന്റ് മൊത്തം ചെയ്യുന്ന പൊതുനയത്തിന്റെ ഭാഗമാണത്. നിയമനങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കും അവകാശമുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ എല്ലാം നിയമനങ്ങളിലും ഏകപക്ഷീയമായി ഇടപെടാൻ ആകില്ല. എഴുതിയെന്ന് പറയുന്ന ആൾ എഴുതിയില്ലെന്നും മേൽവിലാസക്കാരൻ കിട്ടിയില്ലെന്നും പറയുന്ന കത്തിനെക്കുറിച്ച് ഒന്നും പറയാനില്ലെന്നും മന്ത്രി. ബാക്കി കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമാനുസൃതമുള്ള സന്നദ്ധ സംഘടനയായ സഖിയുടെ ഭാരവാഹികൾ വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരത്തിന്റെ മുൻനിരയിലുണ്ടെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ. സഖിയുടെ വഞ്ചിയൂർ ഓഫീസിൽ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ കോടികളുടെ ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ കണ്ടെടുത്തു. സഖിയുടെ പേരിൽ വിദേശത്തുനിന്ന് വന്ന പണം വകമാറ്റി ചെലവഴിക്കാൻ AJ വിജയൻ ആസൂത്രണം ചെയ്ത പേപ്പർ സംഘടനയാണ് കോസ്റ്റൽ വാച്ച് എന്നും
IB ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ന്യൂസ് 18-നെതിരായ ഏലിയാമ്മ വിജയന്റെ മാനനഷ്ട കേസിലെ ആക്ഷേപങ്ങളുടെ മുനയൊടിക്കുന്ന തെളിവുകൾ പുറത്തുവന്നു. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. തുറമുഖ വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകുന്ന AJ വിജയന്റെ ഭാര്യ ഏലിയാമ്മ വിജയന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിദേശത്ത് നിന്ന് 11 കോടി എത്തിയെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ന്യൂസ് 18-നെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. ഇതിലെ പ്രധാന ആക്ഷേപങ്ങൾ ഇങ്ങനെ: സഖി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടന മാത്രമാണ്. തുറമുഖ വിരുദ്ധ സമരത്തിൽ സഖിയുടെ നേതൃഭാരവാഹികൾ ആരും പങ്കെടുക്കുന്നില്ല. ഏലിയാമ്മ വിജയൻ മാക്കാർദർ ഫൗണ്ടേഷനിൽ നിന്ന് ഫെലോഷിപ്പ് ലഭിച്ച വ്യക്തിയാണ്. ഇങ്ങനെ തുടരുന്നു ന്യായീകരണങ്ങൾ. എന്നാൽ ഇത് വ്യാജമാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. സഖിയുടെ ട്രഷററായി 1998 മുതൽ പ്രവർത്തിച്ചു വന്ന മേഴ്സി അലക്സാണ്ടർ കഴിഞ്ഞ സെപ്റ്റംബർ 8-ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രമാണിത്. 2019-നും 2021-നും ഇടയിൽ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ് ഫൗണ്ടേഷൻ പ്രൊജക്ട്, HSF പ്രൊജക്ട് തുടങ്ങിയ പദ്ധതികളുടെ പേരിൽ 7.5 കോടി രൂപ സഖിക്ക് ലഭിച്ചതായാണ് IBയുടെ കണ്ടെത്തൽ. ഇത് വഞ്ചിയൂർ സെൻട്രൽ ബാങ്ക് ശാഖയിൽ ഏലിയാമ്മ വിജയന്റെയും മേഴ്സി അലക്സാണ്ടറിന്റെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചതിന്റെ രേഖകളും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി. വിവിധ പ്രൊജക്ടുകളുടെ പേരിൽ അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും സഖിയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയ കോടിക്കണക്കിന് രൂപ വകമാറ്റി ചെലവഴിക്കാനാണ് രജിസ്ട്രേഷൻ പോലുമില്ലാത്ത കോസ്റ്റൽ വാച്ച് എന്ന പേപ്പർ സംഘടനയ്ക്ക് AJ വിജയൻ രൂപം നൽകിയതെന്നും സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ഇന്റലിജൻസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശം ഉണ്ട്. അതിനിടെ മാക്കാർദർ ഫൗണ്ടേഷൻ എന്ന US ആസ്ഥാനമായ സന്നദ്ധ സംഘടനയിൽ നിന്ന് ഏലിയാമ്മ വിജയന് ഫെലോഷിപ്പ് നൽകിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ഫൗണ്ടേഷൻ ഭാരവാഹികൾ തന്നെ രംഗത്തെത്തി. ഇമെയിൽ സന്ദേശത്തിലൂടെയാണ് ഫൗണ്ടേഷന്റെ പ്രതികരണം. എത്രയെത്ര ന്യായീകരണങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രതിരോധത്തിന്റെ കോട്ട തീർത്താലും തെളിവുകളുടെ അസ്ത്രമെയ്ത് ആ കോട്ടകൾക്ക് മുകളിൽ ഞങ്ങൾ പ്രഹരമേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. തിരുവനന്തപുരത്ത് നിന്നും ഡാൻ കുര്യൻ, ന്യൂസ് 18. വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാക്കണമെന്ന് ആവർത്തിച്ച് MV ഗോവിന്ദൻ. സമരം തീർക്കണം, സമരം ചെയ്യുന്നവരെല്ലാം രാഷ്ട്രവിരുദ്ധരാണെന്ന കേന്ദ്ര സർക്കാർ നിലപാട് CPM-നില്ല. പുനരധിവാസം ഉൾപ്പെടെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി. CPM-ന്റെ നിലപാട് സമരം ചെയ്യുന്നവരെല്ലാം രാഷ്ട്രവിരുദ്ധരാണ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് നിലപാട് ഞങ്ങൾക്കില്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും അവർ പറയുന്നത് പോലെ സ്വീകരിച്ചു പോകാനും സാധിക്കില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായിട്ട് പറഞ്ഞു, വിഴിഞ്ഞം പദ്ധതി നിലനിൽക്കണം. അതൊരു 80% പ്രവർത്തനം പൂർത്തിയാക്കാൻ സാധിക്കുന്ന നിലവെത്തിയിട്ടുള്ളതാണ്. ഇനി ബാക്കി കൂടി പൂർത്തിയായാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റായിരിക്കും അത്. തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും, പുനരധിവാസം ഉൾപ്പെടെ അവരുടെ വീട് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിലും സമവായം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് കൃത്യമായിട്ട് സർക്കാർ തന്നെ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ അവർ സമരം തീരുന്നില്ല എന്നുള്ളതാണ്. സമരം തീർക്കണം. ഇനിയും ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ കഴിയും. ഗവർണർക്കെതിരെ ശക്തമായ നീക്കവുമായി CPM. സർവകലാശാലകളിൽ RSSകാരെ തിരികെ കയറ്റാനുള്ള ശ്രമം ബഹുജനങ്ങളെ അണിനിരത്തി ചെറുക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഗവർണറുടെ നീക്കത്തെ നിയമപരമായും ഭരണഘടനാപരമായും എതിരിടും. ഗവർണറെ ഉപയോഗിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ കേന്ദ്രം ശ്രമിക്കുകയാണെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന ഏതറ്റം വരെയും പോകുന്ന ഒരു നിലപാടിനെ നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും നമുക്ക് ഫലപ്രദമായി എങ്ങനെ പ്രതിരോധിക്കാമെന്ന കാര്യം പാർട്ടി കൃത്യമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയിട്ടുള്ളതാണ്. ഏതറ്റം വരെയും പോകാം. അത് പിന്നെ ഏതറ്റം വരെയും പോകാമെങ്കിൽ എന്തുവാവാം, അതാണ്. പിന്നെ അനന്തമായിട്ട് എങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനൊന്നും ഗവർണർക്ക് സാധിക്കില്ല. ഗവർണർക്ക് ഒന്നുകിൽ അത് ഒപ്പിടാം, അല്ലെങ്കിൽ ഒപ്പിടാതെ തിരിച്ചയക്കാം, അല്ലെങ്കിൽ പ്രസിഡന്റിനെ അയക്കാം. ഇങ്ങനെയല്ലാതെ അനസ്യൂതമായിട്ട് തുടർച്ചയായിട്ട് അവിടെ തന്നെ വെച്ച് നിൽക്കാനൊന്നും ഗവർണർക്ക് അവകാശമില്ല. അപ്പോൾ ഗവർണർ അവകാശമില്ലാത്ത കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടി വരും. നമുക്ക് ഇതിനെതിരായിട്ട് ജനാധിപത്യ സമൂഹത്തിൽ ഭരണഘടനാപരമായും നിയമപരമായും എന്തൊക്കെ ചെയ്യാനാവുമോ ആ ചെയ്യാനാവുന്നതൊക്കെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ജനകീയമായ രീതിയിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയമാണ് എന്ന് കണ്ടുകൊണ്ടുള്ള നിലപാടും സ്വീകരിച്ചു പോകും. അതാണ്. പെൻഷൻ പ്രായത്തിലെ സർക്കാർ തീരുമാനത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. ഇക്കാര്യത്തിലുള്ള പാർട്ടി നിലപാട് താൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയതല്ലേ എന്നും MV ഗോവിന്ദൻ ചോദിച്ചു.
കോട്ടയം ADM ജിനോ പുന്നൂസിന്റെ അനധികൃത യാത്രകളും കൃത്രിമരേഖാ നിർമ്മാണവും ന്യൂസ് 18 പുറത്തുവിട്ടിട്ടും മൌനം തുടർന്ന് റവന്യൂ വകുപ്പ്. വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന നിലപാടിലാണ് റവന്യൂ മന്ത്രി കെ രാജൻ. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിയമലംഘനത്തിൽ നടപടി ഉണ്ടാകാത്തതിൽ വകുപ്പിലും അതൃപ്തി ഉയർന്നിട്ടുണ്ട്. ജില്ലയിൽ ഉന്നത പദവിയിലിരിക്കുന്ന ADM ജിനു പുന്നൂസിന്റെ അനധികൃത യാത്രകൾ തെളിവ് സഹിതമാണ് ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നത്. ഇതിനു പിന്നാലെ സർക്കാർ ഉത്തരവ് അട്ടിമറിച്ച മൂവ്മെന്റ് രജിസ്റ്റർ എഴുതാൻ തയ്യാറാകാത്ത വാർത്തയും പുറത്തു വന്നിരുന്നു. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥയ്ക്കെതിരെ തെളിവുകൾ വന്നിട്ടും റവന്യൂ വകുപ്പ് മൌനത്തിലാണ്. വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചത്. ജില്ലാ കളക്ടറും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് സൂചന. ക്രമക്കേടുകൾ പുറത്തുവന്നതോടെ നടപടി വേണമെന്ന ആവശ്യം വകുപ്പിൽ ശക്തമാണ്. എന്നാൽ ഉന്നത ബന്ധങ്ങളുള്ള ADMനെതിരെ നടപടിയുണ്ടാകുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 6 സംസ്ഥാനങ്ങളിലെ 7 മണ്ഡലങ്ങളിൽ 4 BJP ജയിച്ചു. RJD, ശിവസേന, ഉദ്ധവ് വിഭാഗം, TRS എന്നിവർ ഓരോ സീറ്റിൽ വിജയിച്ചു. സിറ്റിംഗ് സീറ്റുകളായ ഉത്തർപ്രദേശിലെ ഗോരഖ്നാഥ്, ബീഹാറിലെ ഗോപാൽഗഞ്ച്, ഒഡീഷയിലെ ധാംനഗർ എന്നിവിടങ്ങളിലും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ ഹരിയാനയിലെ അദംപൂരിലുമാണ് BJP ജയിച്ചത്. ബീഹാറിലെ മൊഗാമയിൽ RJDയും തെലങ്കാനയിലെ മനുഗോഡയിൽ TRSഉം മഹാരാഷ്ട്രയിലെ അന്ധേരിയിൽ ഉദ്ധവ് താക്കറെ പക്ഷവും വിജയിച്ചു. ഷാരോൺ കൊലക്കേസിൽ മുഖ്യപ്രതി ഗ്രീഷ്മയുമായി വീട്ടിൽ അന്വേഷണ സംഘം തെളിവെടുത്തു. നിർണായക തെളിവുകൾ ശേഖരിച്ചതായാണ് വിവരം. കഷായമുണ്ടാക്കാൻ ഉപയോഗിച്ച പാത്രവും ഒഴിച്ചുവെച്ച കുപ്പിയുമാണ് കണ്ടെടുത്തത്. ജ്യൂസ് ചലഞ്ച് ഷാരോണിനെ കൊല്ലാനുള്ള പദ്ധതിയായിരുന്നെന്ന് ഗ്രീഷ്മ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. ഗ്രീഷ്മയെ ഒരു ദിവസം വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് അന്വേഷണ സംഘം തെളിവെടുപ്പിലേക്ക് കടന്നത്. പത്രയോടെ ഗ്രീഷ്മയെ വീട്ടിലെത്തിച്ച അന്വേഷണ സംഘം തെളിവെടുപ്പിനിടെ നിർണായക വിവരങ്ങൾ കണ്ടെത്തി. കഷായം ഉണ്ടാക്കിയതെന്ന് കരുതുന്ന പാത്രവും കഷായം ഒഴിച്ചുവെച്ച കുപ്പിയും വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. എന്നാൽ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കാനാവൂവെന്ന് ഡിവൈഎസ്പി പറഞ്ഞു. ഫോറൻസിക് സംഘം അകത്തുണ്ട്, അവർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃപ്പരപ്പിലേക്ക് പോകുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. സമയം കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റ് ചില തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് സമയം കഴിയുകയാണെങ്കിൽ ഇന്നുണ്ടാവില്ല. കേസിൽ പ്രതിയല്ലാത്ത ഗ്രീഷ്മയുടെ അച്ഛൻ ശ്രീകുമാറിന്റെ സാന്നിധ്യത്തിലായിരുന്നു തെളിവെടുപ്പ്. ഗ്രീഷ്മയ്ക്കൊപ്പം അമ്മാവൻ നിർമ്മൽ കുമാറിനെയും തെളിവെടുപ്പിനായി എത്തിച്ചിരുന്നു. ഒക്ടോബർ 14 വീട്ടിലെത്തിയപ്പോഴാണ് വിഷം ചേർത്ത കഷായം ഷാരോണിന് നൽകിയതെന്നും തുടർന്ന് ഷാരോൺ ഛർദ്ദിച്ചുവെന്നുമാണ് മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഫോറൻസിക് വിദഗ്ധർ അവിടെ നിന്ന് മണ്ണ് ശേഖരിച്ചു. ഷാരോണുമായി ഗ്രീഷ്മ താമസിച്ച സ്ഥലങ്ങളിലും വിവാഹം നടന്നെന്ന് പറയുന്ന വെട്ടുകാട് പള്ളി കേന്ദ്രീകരിച്ചുമാകും ഇനി തെളിവെടുപ്പ്. അതേസമയം ഷാരോണിന് വിഷം നൽകാനുള്ള പദ്ധതിയായിരുന്നു ജ്യൂസ് ചലഞ്ച് എന്ന് ഗ്രീഷ്മ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായാണ് സൂചന. അവിടെയും അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചി കാക്കനാട് യുവതി വീടിനുള്ളിൽ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ ഭർത്താവിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന ആവശ്യവുമായി ബന്ധുക്കൾ. മറ്റൊരു സ്ത്രീയുമായി വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന മുനീർ ഭാര്യയെ ഒഴിവാക്കാനായി വകവരുത്തിയെന്നാണ് ആരോപണം. മരിച്ച സുമയ്യയുടെ മകനടക്കം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഒക്ടോബർ 29 രാവിലെ 8:30യോടെയാണ് കാക്കനാട് കുഴിക്കാട്ടുമൂലയിലെ വീട്ടിൽ സുമയ്യയെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. അയൽവാസികൾ ആശുപത്രിയിലെത്തിച്ചെങ്കിലും 75% പൊള്ളലേറ്റ സുമയ്യ അടുത്ത ദിവസം മരിച്ചു. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഭർത്താവ് മുനീർ അഹമ്മദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തു. എന്നാൽ സുമയ്യയുടെ മക്കളുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് മരണം കൊലപാതകമാണെന്ന സംശയത്തിലാണ് ബന്ധുക്കൾ. തീ കൊളുത്താൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന മണ്ണെണ്ണയും ലൈറ്ററും യഥാസ്ഥാനത്ത് തന്നെ സൂക്ഷിച്ചടക്കമുള്ള കാരണങ്ങളാണ് ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. മണ്ണെണ്ണ ഒഴിച്ചിട്ട് പുറത്ത് കുപ്പി മൂടിയിട്ട് കൊണ്ടുപോയി വെച്ച്, അത് കഴിഞ്ഞ് ലൈറ്റർ എടുത്ത് കത്തിച്ചിട്ട് അവളവിടെ ഇരിക്കണായിരുന്നു. കത്തിച്ചിട്ട് ലൈറ്റർ തിരിച്ചവക്ക് എന്തായാലും അവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല. രാത്രി അപ്പം ചുട്ട് വെച്ചിട്ട് എവിടെ വെച്ച അവിടെ തന്നെ ഇരിക്കണായിരുന്നു ലൈറ്റർ. ഒരാൾക്ക് തന്നെ എന്തായാലും മണ്ണെണ്ണ ഒഴിച്ച് അവൾ തന്നെ വേണമെങ്കിൽ ചെയ്താൽ നോക്കാം. പക്ഷെ ലൈറ്റർ എന്തായാലും കത്തിച്ചിട്ട് നമുക്ക് എണീറ്റ് പോയി അവിടെ വെക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടൂല. വീണ്ടും അവിടെ വന്നിരിക്കൂല എന്തായാലും. അപ്പൊ അവൻ തന്നെ ചെയ്തിട്ട് പോയാണെന്ന് സംശയമുണ്ട് ഞങ്ങൾക്ക്. പൊള്ളലേറ്റ സുമയെ ആശുപത്രിയിലാക്കിയ വിവരം അറിഞ്ഞിരുന്നുവെങ്കിലും മുനീർ ആശുപത്രിയിൽ എത്തിയില്ല.
ബന്ധുക്കൾ ആശുപത്രിയിലായിരുന്നപ്പോൾ തിടുക്കത്തിൽ വീട്ടിലെത്തി സുമയെ പൊള്ളലേറ്റ് കിടന്ന സ്ഥലം കഴുകി വൃത്തിയാക്കി തെളിവുകൾ നശിപ്പിച്ചതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. വീണ്ടും അവൻ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ഇവിടെ മൊത്തം ക്ലീൻ ചെയ്ത് അവിടെ ഡോറിന്റെ ഒക്കെ അവിടെ പുകഞ്ഞ ഇതുണ്ടായിരുന്നു, അതെല്ലാം അവൻ തുടച്ച് വൃത്തിയാക്കി തെളിവ് മൊത്തം നശിപ്പിച്ച് കളഞ്ഞു. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പോലും കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിലാണ് മൊത്തം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. മുനീറിന്റെ വിവാഹേതര ബന്ധം ചോദ്യം ചെയ്തതിന് സുമയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായും സഹോദരി ആരോപിച്ചു. എന്നെ ഫോൺ വിളിച്ച് പറയുമായിരുന്നു ഇവൻ തല്ലിയിട്ടൊക്കെ ഉണ്ട്. ഒരു ദിവസം ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു 21 പ്രാവശ്യം അവൻ എന്റെ 2 കവളത്തിട്ടും തല്ലി എന്ന് പറഞ്ഞു. അത് ഇവൾ അവന്റെ അടുത്ത് പോയി ഇരുന്നപ്പോ താഴത്തേക്ക് പോയിക്കോ അവന്റെ അടുത്ത് ഇരിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ കൊച്ചു പറയുന്നുണ്ട് ആ മിനീനെ വിളിച്ചുകൊണ്ടിരിക്കണായിരുന്നു. വിളിക്കണ കേട്ടിട്ടാണ് അവള് കയറി മുകളിലേക്ക് ചെന്നത്. മുനീർ സുമയുമായി പലപ്പോഴും വഴക്കടിച്ചിരുന്നതായി നാട്ടുകാരും പറയുന്നു. കുറച്ചു നാൾ മുമ്പ് ഇവരിങ്ങനെ എന്തോ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ ഒരു പെണ്ണിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അന്ന് ഇവളെ തല്ലിയൊക്കെ ചെയ്തായിരുന്നു. എപ്പോഴും അതേ എനിക്കൊരു ഭീഷണിയാണ്, കൈമുറിച്ച് ഞരമ്പ് മുറിച്ച് കാണിക്കലാണ് ജോലി. 2-3 പ്രാവശ്യം വരഞ്ഞിട്ട പാട് കാണിച്ചു തന്നു ഇവരെ പേടിപ്പിക്കാനായിട്ട്. 5ലും 7ലും പഠിക്കുന്ന 2 ആൺമക്കളാണ് സുമയ്ക്കുള്ളത്. അമ്മയുടെ മരണത്തിലെ സംശയങ്ങളെക്കുറിച്ച് കുട്ടികളും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് മയക്കുമരുന്ന് സംഘം തട്ടിക്കൊണ്ടുപോയ യുവാവിനെ പോലീസ് മോചിപ്പിച്ചു. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി അരവിന്ദിനെയാണ് പോലീസ് രക്ഷപ്പെടുത്തിയത്. എസ് വിനേഷ് കുമാർ ചേർന്നു. വിനേഷ്, എന്തായിരുന്നു സംഭവിച്ചത്? പോലീസിന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു? വിവരങ്ങൾ. ധന്യ, ഇന്ന് രാവിലെയാണ് കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശിയായ അരവിന്ദ് ഷാജിയെ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയത്. ഇയാൾ മയക്കുമരുന്ന് സംഘമാണ് ഇതിന് പിന്നിൽ എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ അരവിന്ദ് ഷാജിക്കും ഈ സംഘവുമായി ബന്ധമുണ്ടെന്നും അരവിന്ദ് ഷാജി നിരന്തരമായി ഇവരിൽ നിന്ന് ലഹരി വസ്തുക്കൾ വാങ്ങിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഈ ലഹരി വസ്തുക്കൾ വാങ്ങിയ പണം നൽകാതെ വന്നതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ ഇയാളെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് വീട്ടിലേക്ക് ഫോൺ കോൾ എത്തുകയും 20,000 രൂപ ഉടൻ തന്നെ കൊടുത്താൽ ഷാജിയെ മോചിപ്പിക്കാമെന്ന് ഷാജിയുടെ വീട്ടിലെ ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തിരുന്നു ഈ സംഘം. ഇതേ തുടർന്നാണ് ഈ സംഘത്തിനെ പോലീസ് ഇവരുടെ ഫോൺ ടവർ ലൊക്കേറ്റ് ചെയ്ത ശേഷമാണ് ഇവരെ കോഴിക്കോട് ബീച്ചിന് സമീപം വെച്ച് പിടികൂടുന്നത്. പിടികൂടിയ ഈ സംഘത്തിൽ ഇപ്പോൾ 5 പേരാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റിലായിരിക്കുന്നത്. അതായത് ഈ അരവിന്ദ് ഷാജി ഉൾപ്പെടെ 6 പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. 2 പേരെ കൂടി കിട്ടാനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ ഈ മയക്കുമരുന്ന് സംഘത്തിലെ ഒരു കണ്ണിയാണ് അരവിന്ദ് ഷാജി എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അരവിന്ദ് ഷാജിയെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളുടെയും ഉൾപ്പെടെയുള്ള അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. സെമി ലൈനപ്പായി. ICC മെൻസ് 2020 ലോകകപ്പിൽ സെമി ലൈനപ്പായി. നവംബർ 9 ഉച്ചയ്ക്ക് 1:30 സിഡ്നിയിൽ നടക്കുന്ന ആദ്യ സെമിയിൽ പാകിസ്ഥാൻ ന്യൂസിലാൻഡിനെ നേരിടും. നവംബർ 10 അഡ്ലൈഡിൽ ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന രണ്ടാം സെമിയിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടും. ഫൈനൽ നവംബർ 13 മെൽബണിൽ നടക്കും. സിംബാബ്വെയെ 71 റൺസിന് പരാജയപ്പെടുത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇന്ത്യയുടെ സെമി പ്രവേശനം. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.